ഹലോ, കുറേ വ്ളോഗ്സ് ഇട്ടെങ്കിലും പെരുന്നാളിൻ്റെ വ്ളോഗ് മാത്രം കണ്ടില്ലല്ലോ. കുറച്ച് ഡിലേ ആയിപ്പോയി. കാരണം ഞാൻ നാട്ടിലാണ്. ഒമാനിലെ പെരുന്നാൾ 6-ാം തീയതി ആയിരുന്നു കേട്ടോ. പക്ഷെ നാട്ടിലെ 7-ാം തീയതി ആയിരുന്നു. 8-ാം തീയതി നാട്ടിലേക്ക് പോരും ചെയ്തു. കുറച്ച് ആവശ്യങ്ങളുള്ള പെരുന്നാളിന് രാവിലെ പരിപാടി ഫോട്ടോ എടുക്കാൻ പോക്കായിരുന്നു കേട്ടോ. ലുലു ഗ്രാൻഡ് മാൾക്കാണ് പോയത്. അവിടെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം രാവിലെ അല്ലേ. ഒരു നൈറ്റ് ടൈം ആകുമ്പോഴത്തേനും നല്ല തിരക്കുണ്ട്. അതിൻ്റെ ഇടയിൽ വിശന്നപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നോക്കിയപ്പോൾ അതും തുറന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ലുലു മാൾ മൊത്തം കറങ്ങി നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കൊടുക്കും ഞാൻ സമയം പോയി അങ്ങോട്ടും ഇങ്ങോട്ടും എസ്കലേറ്ററിൽ കളിച്ചിട്ട് തന്നെ. ഇമ്മച്ചി നെയ്മോളെന്നാൽ കുറച്ച് പോസ്റ്റായിട്ടോ. പിന്നെ എവിടെ നിന്നാന്നറിയില്ല, കുറച്ച് കാലമായിട്ട് ഒരു കിളി പെട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഓരോ ഫോട്ടോ സെക്ഷൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് കാണുന്നത്. ഇതാണ് അവിടുത്തെ രംഗങ്ങൾ ഉണ്ടായിരുന്നത്. ഈ വോയിസ് ഓവർ കൊടുക്കണതിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നാട്ടിലാണ്, നല്ല മഴയുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ അതിലേക്ക് ഇറങ്ങിയപ്പോഴത്തേനും സൂപ്പർ മാർക്കറ്റൊക്കെ ഓപ്പൺ ആയിരുന്നു കേട്ടോ. നമ്മൾ കഴിക്കാൻ ജസ്റ്റ് ലൈറ്റായിട്ട് നമ്മൾ വാങ്ങി. ഇതാണ് ലൈറ്റ് ഇട്ടു. സംഭവം കാണുമ്പോൾ കൂടുതലാണ്, പക്ഷെ ഞങ്ങൾ ആൾക്കാർ കൂടുതലുണ്ടല്ലോ. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഷേപ്പിലൊരു ചോക്കോബാർ കഴിക്കുന്ന പൊലിവിൽ കൂടും. പിന്നെ വി എക്സിറ്റഡ് ഫ്രം ദ മാൾ. പിന്നെ വണ്ടിയിലിരുന്ന് സ്നാക്സ് കഴിച്ച് സംസാരിച്ച് അങ്ങനെ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേനും കൂടുവിന് ഭ്രാന്തിളകി കേട്ടോ. അത് നിങ്ങളെല്ലാ വീഡിയോയിലും കാണുന്നതല്ലേ. ഒരു ബാഗും ഉണ്ട്, ഓളും ഉണ്ട്. ഓൾക്കിപ്പോൾ ഇത് കഴിക്കും വേണം, ബാഗിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പിടിക്കും വേണം, നിലത്തിടാനും പറ്റില്ല. പിന്നെ അവസാനം അവളെ കയ്യിൽ നിന്ന് വീണപ്പോൾ ഞങ്ങൾ ആരും എടുക്കണില്ല കണ്ടപ്പോൾ ദേഷ്യത്തിലായിരുന്നു ആൾ. പിന്നെ പെരുന്നാളല്ലേ, വെള്ളിയാഴ്ചയാണ്, ബിരിയാണി മസ്റ്റ്. അങ്ങനെ നല്ല ചിക്കൻ ബിരിയാണി അടിച്ച് അങ്ങനെ പകൽ സമയം പോയി. നൈറ്റ് ഞങ്ങൾ ഷോപ്പിൽ കറങ്ങിട്ടോ. അപ്പോൾ ഇവർ കറങ്ങാൻ വേണ്ടി പോവുമായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കടയിൽ, കാരണം പെരുന്നാളിൻ്റെ ദിവസം തന്നെയല്ല, അത്രയും തിരക്കുണ്ടാവും. അപ്പോൾ ഉമ്മച്ചും കൂടും നേമോളും പാടെ കടയിലൊന്ന് വന്ന് സന്ദർശിച്ചിട്ട് പോയി. ഞങ്ങളുടെ പണിയിലും ബിസിയായിരുന്നു. പിന്നെ പെരുന്നാളായതുകൊണ്ട് ഒരു ഫ്രണ്ട്സൊക്കെ പാടെ കൂടി ഗ്രാൻഡ് മോളിൽ വെച്ചിട്ട്. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഐ മിസ്ഡ് ദം. പക്ഷേ തിരക്കുള്ളതുകൊണ്ട് നമ്മളവിടെ നിന്ന്. പെരുന്നാളായതുകൊണ്ട് തന്നെ കുറേ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലുലുവിൽ. ആദ്യം അതൊക്കെ കണ്ടിരുന്നു. പിന്നെ പതുക്കെ ഇവരെന്നും ചെയ്യണ മറ്റേ കുട്ടികളെ ഫൺ സ്റ്റേഷനിലും തട്ടിയിട്ട് ഇവരവിടെ പുറത്തിരുന്നിട്ട് വർത്താനം പറിച്ചിലൊക്കെ തുടങ്ങി. കുട്ടികളുടെ ഉള്ളിലും എൻജോയ് ചെയ്തു ആസ് യൂഷ്വൽ. പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷൻസും കാര്യങ്ങളൊക്കെ. ഫൺ സ്റ്റേഷനിലെ കളി കഴിഞ്ഞപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമല്ലോ, കാരണം അങ്ങനെയും കളിച്ച് പൊരിഞ്ഞിട്ട് വരികയായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ പോയി. പിന്നെ ശരിക്കും കുട്ടികൾ പ്രത്യേകിച്ച് നല്ല എൻജോയ് ചെയ്തു. അങ്ങനെയൊക്കെയായിരുന്നു നൈറ്റ് പരിപാടീസ്. ഓന്നെ തല്ലാൻ വരികട്ടാ. മിച്ചിരി ഈ ഡയലോഗിൽ പേടിച്ചെന്നാ തോന്നണേ. നേരത്തെ സന്നയുടെ കൂടെ ഉണ്ടത് അല്ലെങ്ങളുടെ മരുവനോട്ട്. പിന്നെ അവർ റൂം പോയി, ഞങ്ങൾ വർക്കിങ്ങിട്ട് വാക്കിങ്ങിനും പോയി. പിന്നെ കാണുന്നത് രാത്രി 2 മണിത്തെ തലാപത്തുനിന്ന് ഫുഡ് വാങ്ങിയിട്ടുള്ള കാഴ്ച കേട്ടോ. അപ്പോൾ പെരുന്നാൾ പരിപാടീസ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.